ഹൃദയം നടുക്കിയ അപകടമാണ് വാൽപ്പാറയിൽ ഇന്നലെ നടന്നത്. 13-ാം വളവിൽ നിന്ന് നിയന്ത്രണം വിട്ട വാഹനം 300 അടിയോളം താഴ്ചയിൽ 9-ാം വളവിലേക്ക് പതിക്കുകയായിരുന്നു. പൂർണ്ണമായും തകർന്ന ട്രാവലറിലെ 7 പേർ സ്ഥലത്ത് തന്നെ മരിച്ചു. നാട്ടുകാർ ഇടപെട്ടാണ് രക്ഷാപ്രവർത്തനം സാധ്യമാക്കിയത്. അപകട സ്ഥലത്തുനിന്ന് നടരാജ് പരശുരാം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ വൈകിട്ട് 5:15 കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന 13-ാം വളവിൽ അപകടമുണ്ടായത്. ഈ വഴി വന്ന ടെമ്പോ ട്രാവലർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇവിടെ കാണുന്ന മതിലിലിടിച്ച് താഴോട്ട് പതിക്കുകയായിരുന്നു. അതിരപ്പള്ളി വാഴച്ചാൽ സന്ദർശിച്ച ശേഷം വാൽപ്പാറയും കണ്ട് പൊള്ളാച്ചി വഴി മലപ്പുറത്തേക്ക് പോകാനായിരുന്നു സഞ്ചാരികളുടെ പദ്ധതി. ഒമ്പതാം വളവിലെ ഈ ഭാഗത്തേക്കാണ് ടെമ്പോ ട്രാവലർ നേരെ വന്ന് പതിച്ചത്. ഇവിടെ ആളുകൾ ചിന്നിച്ചെതറി കിടക്കുന്നത് കണ്ട് ഞെട്ടിയാണ് പ്രദേശവാസികൾ ഓടിയെത്തിയത്. എന്നെ பார்த்தீங்க சொல்ல முடியும்? ஐயோ அதெல்லாம் பார்க்கவே முடியாது சார். அதெல்லாம் அவ்வளோ இது மண்டை ஒரு கால் கை அது பார்க்குறதுக்கே கண்ணீர் வருது நம்மளுக்கு எல்லாம் பார்க்குறது அந்த மாதிரி இது. அதெல்லாம் 3 பேர் தான் கொஞ்சம் நல்லா இருந்தாங்க. அதுக்கப்புறம் 7-8 பேர் ரொம்ப சீரியஸ். ഈ കാണുന്ന മതിലിൽ ഇടിച്ചാണ് ടെമ്പോ ട്രാവലർ ഇവിടെ കിടന്നത്. മറുഭാഗത്തേക്ക് വാഹനത്തിലെ പാത്രങ്ങളും മറ്റും ചിതറി തെറിച്ചിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഉടൻ തന്നെ ഓടിയെത്തിയ നാട്ടുകാരും ഉദ്യോഗസ്ഥരുമാണ് പൊള്ളാച്ചി ആശുപത്രിയിലേക്ക് ആളുകളെ മാറ്റിയത്. അപ്പോഴേക്കും 7ഓളം ആളുകൾ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു. അപകടത്തിൽപ്പെട്ട വാഹനമാണ് ഇങ്ങനെ തകർന്നു കിടക്കുന്നത്. ഇത് തന്നെ അപകടത്തിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. സംഭവത്തിൻ്റെ ഞെട്ടൽ പ്രദേശവാസികൾക്ക് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. രാജേഷ് വടകരക്കൊപ്പം വാൾപ്പാറയിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.